മനോരമയിൽ ജയ ജയ ശുഭ ഹേ എന്ന തലക്കെട്ടോടു കൂടിയാണ് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രസഹിതമുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ശുക്ലയുടെ യാത്ര തുടങ്ങി. ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് രാകേഷ് ശർമ്മയാണ്. പക്ഷേ ആദ്യ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയായിരിക്കും. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 4:30 കൂടിയാണ് ബഹിരാകാശ നിലയവുമായിട്ട് ഈ ആക്സിയം 4 വാഹനം റോക്കറ്റ് ബന്ധിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വലിയ പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുകയാണ്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി ആക്സിയം 4 ദൗത്യം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 പുറപ്പെട്ടു. ദൗത്യത്തെ വഹിച്ച റോക്കറ്റ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 കുതിച്ചുയർന്നത് US കെന്നഡി സ്പേസ് സെന്ററിലെ 39A വിക്ഷേപണ തറയിൽ നിന്നാണ്. ആ യാത്ര 6 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് എന്നതാണ് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നത്. 14 ദിവസമാണ് ഈ സംഘം യാത്രയുണ്ടാവുക. അമേരിക്ക, പോളണ്ട്, ഹംഗറി ഈ 3 രാജ്യങ്ങളിലെ സഞ്ചാരികളും ഉണ്ട്. ഞാൻ ഈ ശുഭാംശയുടെ വാർത്ത തന്നെ നമ്മൾ ആലോചിക്കരുത്. ഒരു പദമുണ്ട്, കാത്തിരിപ്പിന്റെ ഫലം മധുരം എന്ന് പറയുമല്ലോ. ശരിക്കും അതാണ് ശുഭാംശയുടെ കാര്യത്തിൽ ശരിക്കും നടന്നിരിക്കുന്നത് അല്ലേ. അവർ ക്ഷമയോടെ കാത്തിരുന്നു, സക്സസ് ആയി. മാതൃഭൂമിയും ശുഭാംശു തന്നെയാണ് ശുഭചരിത്രം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ശുഭാംശുവിന്റെ നല്ലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ പോകുന്ന കൂട്ടത്തിൽ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച 5 വിത്തുകൾ പോകുന്നുണ്ട് കേട്ടോ. അതായത് ഉമ, ജ്യോതി നെല്ല്, തിലകാരയുള്ള തക്കാളി, വഴുതന, കുറ്റിപ്പയർ. ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ അറിയിച്ചു. അപ്പൊ തക്കാളി, വഴുതനങ്ങയൊക്കെ ബഹിരാകാശത്തിലേക്ക് വരും. നമ്മുടെ നേരത്തെ സുനിത വില്യംസ് പോയപ്പോൾ ഇതേപോലെ കുറച്ച് കൃഷിയൊക്കെ അവിടെ ചെയ്തിരുന്നു. അവിടെ ഉണ്ടല്ലേ, അവിടെയുണ്ട്. അപ്പോൾ ഇതോടൊപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, 2 വാർത്തകൾ മനോരമയുടെ ആദ്യ പേജിലുള്ളത്. കേരള സർവകലാശാല ഇന്നലെ യുദ്ധക്കളമായി മാറി. കൊടിയടി എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത കൊടുക്കുന്നത്. കൊടിയടി ശരിക്കും പുതിയ ഗവർണർ വന്ന ശേഷം ആദ്യത്തെ ഗംഭീര അടിയാണ്. സെനറ്റ് ഹാളിലെ ഗവർണറുടെ ചടങ്ങിൽ കാവിക്കൊടി എന്തിയ ഭാരതാംബ. KSUക്കാർക്ക് RSS മർദ്ദനം, പുറത്ത് SFI പ്രതിഷേധം. ഇന്നതിൽ പ്രതിഷേധിച്ച KSUവിന്റെ വിദ്യാഭ്യാസ ബന്ധു കൂടിയാണ്. വീണ്ടും മലവെള്ളപ്പാച്ചിൽ, അണപൊട്ടി ജനരോഷം എന്ന തലക്കെട്ടിൽ ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിന്റെ വാർത്തയും മലയാള മനോരമ ആദ്യ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നു. മോദിയുമായി ബന്ധപ്പെട്ട വാർത്തയും മനോരമയുടെ ആദ്യ പേജിലുണ്ട്. തരൂർ വിഷയത്തിലെ ആദ്യ പ്രതികരണം, ചിലർക്ക് രാജ്യത്തേക്കാൾ വലുത് മോദിയാണ് എന്ന് ഇന്നലെ ഖർഗെ പറഞ്ഞു. ശശി തരൂരിന്റെ സമീപകാല നിലപാടുകളിലെ അനിഷ്ടം പരസ്യമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം. കോൺഗ്രസിന് രാജ്യമാണ് പ്രധാനം, ചിലർക്കാകട്ടെ ആദ്യം മോദി പിന്നെ രാജ്യം എന്ന മട്ടാണ് എന്ന് കുത്തിയത്. മോദി നമ്മുടെ തരൂരിനെയാണ് അല്ലേ. ഡയറക്റ്റ് ആയിരുന്നില്ല, പക്ഷേ എങ്കിലും അതെ തരൂർ ഇതിനെ എങ്ങനെ പ്രതികരിക്കും പറഞ്ഞു. പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ല. ഒരു പക്ഷി പറക്കുന്ന ചിത്രമൊക്കെ കോൺഗ്രസ് പറക്കാൻ തുറന്നു വിടുമോ എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അതെ ഇതാണ്. അതായത് പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തവുമല്ല എന്നുള്ളതാണ്. നല്ല മോട്ടിവേഷൻ ആയിട്ട്. പറക്കാൻ ആരുടെയും അനുമതി ചോദിക്കേണ്ടതില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശവും നിങ്ങളുടേതാണ് എന്നുള്ളതാണ് അല്ലേ. കൊള്ളാം. ആരുടെയും പറക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല, സസ്പെൻസ് ഇങ്ങനെ ഇട്ടേക്കുക. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞത് അത് സ്വീകരണമൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കും, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ്. അതെ, അപ്പോൾ അതാണ് പ്രധാന വാർത്ത. ദേശാഭിമാനിയിൽ എഡിറ്റോറിയൽ നമുക്ക് മാധ്യമത്തിലേക്ക് മേഘരൂപൻ എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല കാവ്യാത്മകമായ തലക്കെട്ടാണ് ശുഭാംശു ശുക്ലയുടെ യാത്രയ്ക്ക് മാധ്യമം കൊടുത്തിരിക്കുന്നത്. മേഘരൂപൻ എന്ന തലക്കെട്ട്. ഇറാൻ ആക്രമണം, ട്രംപിന്റെ അവകാശവാദം പൊളിച്ച് പെന്റഗൺ എന്ന വാർത്ത കൂടി മാധ്യമം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ US കാര്യമായ നാശമുണ്ടാക്കാനായിട്ടില്ല എന്നാണ് പെന്റഗൺ റിപ്പോർട്ട്. പക്ഷേ ഈ റിപ്പോർട്ട് വൈറ്റ് ഹൗസ് തള്ളിക്കളയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതാണൊന്ന്. മറ്റൊന്ന്, CBSE വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയാൻ, CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ വർഷത്തിൽ 2 തവണയായിരിക്കും. ആദ്യഘട്ട പരീക്ഷ ഫെബ്രുവരിയിലും 2ാം ഘട്ട പരീക്ഷ മെയ് മാസത്തിലുമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2 ഘട്ട പരീക്ഷ, 2 ടേമുകളായിട്ടല്ലേ. പക്ഷേ ആദ്യഘട്ട പരീക്ഷ എഴുതാൻ നിർബന്ധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സപ്ലിമെന്ററി ആയിട്ടല്ല. ഇപ്പം ഫെബ്രുവരിയിൽ നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ മെയ്യിൽ എഴുതിയാലും മതി എന്നുള്ളതാണ്. റിസൾട്ട് അതിവേഗം വരും എന്നുള്ളതാണ്. നമ്മുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം എഴുതുമോ രണ്ടാമത് എഴുതുമോ? ഞാൻ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളിപ്പോൾ നവംബർ മീൻസ് എന്താ പറയാ, ഒരു വർഷം 2 പരീക്ഷകളായിട്ട് അങ്ങനെ എഴുതി. അപ്പൊ 2 മാർക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു വർഷത്തെ മുഴുവൻ മാർക്കും വരിക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്നാലും പ്രശ്നമാണ്. എന്നാലും മനസ്സിൽ അത്രയും ടെൻഷൻ കിടക്കൂല. ആദ്യം പരീക്ഷ എഴുതി അവസാനിപ്പിച്ചാൽ ഫ്രീ ആവാം. പരീക്ഷ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ദ ഹിന്ദു പത്രത്തിലെ പ്രധാന വാർത്ത, ഇൻ ഹിസ്റ്റോറിക് ലീപ് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ഹെഡ്സ് ടു ISS എന്നുള്ളതാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ശുഭാംശു ശുക്ല പോയ വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്ത.
ഭാരത് മാതാ കോൺട്രവേഴ്സി ദേശീയ പത്രത്തിൽ, ഹിന്ദു പത്രത്തിൻ്റെ ആദ്യ പേജിലെ പ്രധാന വാർത്തയായിട്ട് മാറുന്നുണ്ട്. 3 കോളം വാർത്തയായിട്ട് തന്നെ മാറുന്നു. ഭാരത് മാതാ റോ ഇറപ്റ്റ്സ് അറ്റ് KU, ഗവർണേഴ്സ് പ്രസൻസ് ഫ്യൂൽ സ്റ്റുഡൻറ് ക്ലാഷസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. ആ ഭാരതാംബ എന്താണോ ഗവർണർ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ചർച്ചയാവുന്നുണ്ട്, വലിയ രീതിയിൽ അത് ദൃശ്യമാവുന്നുണ്ട്, വാർത്തകളിൽ നിറയുന്നുണ്ട്. മാത്രമല്ല അത് RSSും BJPയും പരസ്യമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സമൂഹവും ഏറ്റെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിലെ കൗതുകകരമായ കാര്യം. ചന്ദ്രികയിൽ ശുഭാംശു എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ദേശാഭിമാനിയും അതെ സ്വപ്നപഥത്തിൽ എന്ന് പറയുന്ന എഡിറ്റോറിയലും ശുഭാംശുവാണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കനത്ത മഴയാണ് അല്ലേ? പലയിടങ്ങളിലും മുന്നറിയിപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു. പുതിയ ന്യൂനമർദ്ദം വരുന്നുണ്ട്, അവധിയുണ്ട്, പുതിയ അവധികൾ ചോദിക്കുന്നുണ്ട്. വീണ്ടും മർദ്ദം. ഇങ്ങനെ ഇപ്പൊ മഴ കാരണം ഒന്ന് മടുത്ത ഒരവസ്ഥയായിട്ടുണ്ടോ? രാവിലെ എണീക്കാനൊക്കെ നല്ല മടിയാ. ആ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ്. അതെ, ബാക്കി പിന്നെ എൻജോയ്. എന്തെങ്കിലും മഴയെ നമ്മൾ കുറ്റം പറയുന്നില്ല, പക്ഷെ മഴയൊന്ന് സാവധാനം പെയ്യുന്നതായിരിക്കും ഒരു രസം. ഇത് രസം. ഡാമിൽ വെള്ളം വേണം, മഴ പെയ്യണം. ഡാമിന്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യര്, പുഴയുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരൊക്കെ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ചൂരൽമല, മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഇന്നലെ വലിയ കുത്തൊഴുക്കാണ് കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തുടങ്ങുന്നു. താങ്ക് യു. അപ്പോൾ റോഷി